റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. മിഡിൽ ഈസ്റ്റിൽ കുടുങ്ങിയ സ്വന്തം പൌരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുവാൻ അടിയന്തര നടപടി ആരംഭിച്ചു UK. മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ ചാർട്ടർ വിമാനം ഇന്നലെ രാത്രി 11 മണിക്ക് പുറപ്പെട്ടു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളും വ്യോമഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മിസൈൽ ഡ്രോൺ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും ചിലത് വൈകുകയും ചെയ്തതോടെ ആയിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നു. സംഘർഷം ശക്തമായതിന് പിന്നാലെ ഏകദേശം 1.3 ലക്ഷം ബ്രിട്ടീഷ് പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങാൻ സഹായം ആവശ്യപ്പെട്ട് രജിസ്റ്റർ ചെയ്തതായി വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നമുള്ളവർ, മുതിർന്നവർ, കുട്ടികളുള്ള കുടുംബങ്ങൾ തുടങ്ങിയവരെ അടിയന്തര സഹായം ആവശ്യമുള്ളവർക്കൊക്കെയാണ് പരിഗണിക്കുന്നത്. ബ്രിട്ടീഷ് പൌരന്മാർക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും യാത്രയ്ക്ക് അനുമതി നൽകും. ആവശ്യമായ യാത്രാരേഖകളില്ലാത്തവർക്ക് താൽക്കാലിക രേഖകൾ നൽകുന്നതിനും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകളെടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.